സ്കൈആർക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 3.6 സെന്റിൽ വരുന്ന 1900 സ്ക്വയർ ഫീറ്റ് ഉള്ള കോണ്ടംപററി സ്റ്റൈലിൽ വരുന്ന ഒരു 4 BHK വീടാണ്. ഇതൊരു ബോക്സ് ടൈപ്പ് ഡിസൈൻഡ് ഹൗസ് ആണ്. റെഡ് ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് ഈ ഒരു വീടിന്റെ എക്സ്റ്റീരിയറിന് വരുന്നത്. ഇതൊരു സൗത്ത് ഈസ്റ്റ് ഫേസിംഗ് വീടാണ്. ഏകദേശം ഒരു 10 വർഷം പഴക്കം ഈ ഒരു വീടിന് വരും. ആൻഡ് 20 ഫീറ്റ് ആണ് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടേജ് ഏരിയ വരുന്നത്. റെഡ് ബ്രിക്സ് കൊണ്ടാണ് ഈ ഒരു വീടിൻ്റെ പണി തീർത്തിരിക്കുന്നത്. ഈ ഒരു വീടിന് 1 കവേർഡ് കാർ പാർക്കിംഗ് അവൈലബിൾ ആണ്. ഫ്രണ്ട് യാർഡിൽ ടൈൽ വർക്കും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ലാൻഡ്സ്കേപ്പിനായിട്ടുള്ള സ്പേസും അവൈലബിൾ ആണ്. ഈ ഒരു വീടിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് മങ്കോട്ട് കടവ് കൊഞ്ചറവിളയിലാണ്. മെയിൻ റോഡിൽ നിന്ന് വെറും 500 മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. കൊഞ്ചറവിള ദേവി ടെമ്പിളിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു വീട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. കഞ്ഞിപ്പുര ജുമാ മസ്ജിദിന് വെറും 200 മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീട് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇത് ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ട് സ്പേസ് ആണ്. ഒരു ചെറിയ സിറ്റ് ഔട്ട് സ്പേസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കിടക്കാം. ഈ ഒരു വീടിൻ്റെ മെയിൻ ഡോറ് പിൻകോഡ വെച്ചിട്ടാണ് പണി തീർത്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിലെ എല്ലാ വുഡൻ വർക്ക്സും പിൻകോഡയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മെയിൻ ഡോറിൻ്റെ ഹാൻഡ് ലോക്ക് ഗോദ്രേജ് ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ലേഔട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ ആൻഡ് ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു വാഷ് യൂണിറ്റും കിച്ചണും വർക്ക് ഏരിയയാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇത് ഈ വീടിൻ്റെ ലിവിങ് റൂമാണ്. ആൻഡ് ഒരു ബീച്ച് കളറിലാണ് ഈ ഒരു ലിവിങ് റൂം സെറ്റ് ചെയ്തേക്കുന്നത്. 2x4 സൈസിലുള്ള ടൈലാണ് ഈ ഒരു വീടിന് യൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു ലിവിങ് റൂമിനോട് ചേർന്ന് തന്നെയാണ് ഈ വീട്ടിലെ ഡൈനിങ് സ്പേസും വരുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ഒരു വാഷ് യൂണിറ്റും കാണാൻ പറ്റും. വാഷ് ബേസിന് അണ്ടർ ക്ലോസിങ് അവൈലബിൾ ആണ്. വുഡൻ ഡോസ് ആണ് അണ്ടർ ക്ലോസിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിൽ നമുക്കൊരു ഷാൽനിയർ കാണാൻ പറ്റും. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലോട്ടാണ്. ലിവിംഗ് റൂമിലെ സെയിം ബീജ് കളറാണ് ഈ ഒരു ബെഡ്റൂമിനും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് 3 ഡോഴ്സ് ഉള്ള ഒരു വാർഡ്രോബ് നമുക്കിവിടെ കാണാൻ പറ്റും. ആൻഡ് മുകളിലായിട്ട് ലോഫ്റ്റ് സ്റ്റോറേജ് ഏരിയയും ഈ ഒരു ബെഡ്റൂമിന് അവൈലബിൾ ആണ്. ആൻഡ് ഇതൊരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. സിംഗിൾ ഫേസ് ഇലക്ട്രിക്കൽ കണക്ഷനാണ് ഈ ഒരു വീടിനുള്ളത്. ഇലക്ട്രിക്കൽ ഫിറ്റിംഗ് LICൻ്റെ ആണ്. ഗ്ലാസും വുഡും വെച്ചിട്ടാണ് ഈ ഒരു ബാത്റൂമിൻ്റെ ഡോറ് പണി തീർത്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിൽ നമുക്കൊരു വാഷ് ബേസിൻ അവൈലബിൾ ആണ്. ആൻഡ് ഹീറ്ററിൻ്റെ പ്രൊവിഷനും അവൈലബിൾ ആണ്. 7 ഫീറ്റ് ഹൈറ്റിലാണ് ഈ ഒരു ബാത്റൂമിൻ്റെ ടൈൽ വർക്ക് ചെയ്തേക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ബാത്റൂമിൻ്റെ ടൈൽ വർക്ക് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ കിച്ചണിലോട്ട് പോവാം. ഇതാണ് ഈ ഒരു വീടിൻ്റെ കിച്ചൺ സ്പേസ്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ലോഫ്റ്റ് ഏരിയ ഡോർസ് വെച്ച് ക്ലോസ്ഡ് ആണ്. ആൻഡ് നമുക്കിവിടെ ലോവർ ക്യാബിനറ്റ് അവൈലബിൾ ആണ്. അപ്പർ ക്യാബിനറ്റും ഉണ്ട്. ഇവിടെ നമുക്ക് ചെറിയ 2 സ്റ്റോറേജ് സ്പേസും അവൈലബിൾ ആണ്. ആൻഡ് ഈ ഒരു കിച്ചൺ ടോപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബാക്ക് സ്പ്ലാഷ് ക്രീം ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ്. സെയിം ടൈൽസ് ആണ് ഈ ഒരു കിച്ചണിൻ്റെ വാൾ ക്ലാഡിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് 2 വാട്ടർ ടാപ്പിൻ്റെ പ്രൊവിഷൻ കാണാൻ പറ്റും. ഈ ഒരു കിച്ചൻ്റെ ഫർണിഷിങ്ങിനായിട്ട് പിൻകോഡ വുഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് ഈ ഒരു വീടിൻ്റെ വർക്ക് ഏരിയയിലോട്ടാണ്. കിച്ചനോട് ചേർന്ന് തന്നെയാണ് വർക്ക് ഏരിയ സ്പേസും അവൈലബിൾ ആയിട്ട് വരുന്നത്. വർക്ക് ഏരിയയിൽ ഒരു സിങ്കിൻ്റെ പ്രൊവിഷൻ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് വുഡ് വെച്ച് ക്ലോസ്ഡ് ആണ്. ഇവിടെ നമുക്ക് ഒരു വിറകടുപ്പും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ്. ഫസ്റ്റ് ഫ്ലോർ ആക്സസ് ചെയ്യാനുള്ള സ്റ്റെയർ കേസ് വരുന്നത് ലിവിങ് ഏരിയ എന്നാണ്. ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിൽ ചെയ്തേക്കുന്നത് വുഡും ഗ്ലാസും വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂമാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. 3 ബെഡ്റൂംസും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ആ 2 ബാൽക്കണി സ്പേസും പിന്നെ ടെറസിലോട്ടുള്ള ആക്സസും ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാണ് വരുന്നത്. ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയയ്ക്ക് താഴത്തെ പോലെ തന്നെ സെയിം ബീച്ച് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു സിമ്പിൾ ലിവിങ് ഏരിയ ആണ്. ഈ ഒരു ലിവിങ് ഏരിയയോട് ചേർന്നാണ് നമുക്കിവിടുത്തെ ഒരു ബാൽക്കണി സ്പേസും വരുന്നത്. ഈ ഒരു ബാൽക്കണി സ്പേസിലെ ഹാൻഡ് റെയിൽ സ്റ്റീൽ വെച്ചാണ് ചെയ്തിരിക്കുന്നത്.
ബർജർ പെയിൻ്റ് ആണ് ഈ ഒരു വീടിൻ്റെ പെയിൻറ്റിങ്ങിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ടാണ്. ഈ ഒരു ബെഡ്റൂം ഒരു സിമ്പിൾ ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് താഴത്തെ പോലെ തന്നെ 3 doors ഉള്ളൊരു വാർഡ്രോബ് അവൈലബിൾ ആണ്. ഇതും വുഡ് യൂസ് ചെയ്താണ് പണി ചെയ്തേക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ഗ്ലാസും വുഡും യൂസ് ചെയ്താണ് ഈ ഒരു ബാത്റൂമിൻ്റെ ഡോർ വർക്ക് ചെയ്തേക്കുന്നത്. 7 feet ഹൈറ്റിലുള്ള ടൈൽ വർക്കാണ് ഈ ഒരു ബാത്റൂമിന് ചെയ്തേക്കുന്നത്. ഹീറ്റർ പോയിന്റിൻ്റെ പ്രൊവിഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമിലോട്ടാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ബെഡ്റൂമാണിത്. ഇവിടെ നമുക്ക് 3 doors ഉള്ള ഒരു വാർഡ്രോബ് അവൈലബിൾ ആണ്. ആൻഡ് ഈ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു ബാത്റൂമിൻ്റെ ഡോറ് ഗ്ലാസും വുഡും യൂസ് ചെയ്താണ് പണി തീർത്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിൽ 7 feet ഹൈറ്റിലാണ് ടൈൽ വർക്ക് ചെയ്തേക്കുന്നത്. ഈ ഒരു വീടിൻ്റെ സാനിറ്ററി ഫിറ്റിങ്സ് ഹിൻവെയർ യൂസ് ചെയ്താണ് ചെയ്തേക്കുന്നത്. പ്ലംബിങ്ങിന് ലോക്കൽ ബ്രാൻഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാൽക്കണി സ്പേസിലോട്ട് പോകാം. ഒരു ക്യൂട്ടായിട്ടുള്ള ബാൽക്കണിയാണിത്. ഇവിടെ നമുക്ക് ഹാൻഡ് റെയിൽസ് വരുന്നുണ്ട്. സ്റ്റീൽ വെച്ചാണ് ഈ ഒരു ഹാൻഡ് റെയിലിൻ്റെ പണി തീർത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 പില്ലേഴ്സും കാണാൻ സാധിക്കും. ആൻഡ് ഇനി നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ 3ാമത്തെ ബെഡ്റൂമിലോട്ട് മൂവ് ചെയ്യാം. ഇതാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ 3ാമത്തെ ബെഡ്റൂം. ഇവിടെയും 3 doors ഉള്ള വാർഡ്രോബ് അവൈലബിൾ ആണ്. ആൻഡ് ഇത് ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ടെറസിലോട്ടുള്ള ആക്സസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ്. ഈ ഒരു വീടിൻ്റെ എല്ലാ ബെഡ്റൂംസിലും AC പോയിന്റ്സ് അവൈലബിൾ ആണ്. ഇതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. വുഡും ഗ്ലാസും വെച്ചിട്ടാണ് ഈ ഒരു ഡോറിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. 7 feet ഹൈറ്റിലാണ് ഈ ഒരു ബാത്റൂമിൻ്റെ ടൈൽ വർക്ക് ചെയ്തേക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്കൊരു വാഷ് ബേസിൻ യൂണിറ്റും ഒരു ഹീറ്ററിൻ്റെ പ്രൊവിഷനും അവൈലബിൾ ആണ്. ടെറസിലോട്ടുള്ള ആക്സസ് വരുന്നത് ഇതുവഴിയാണ്. ഇവിടെ നമുക്ക് 2 സോളാർ പാനൽ അവൈലബിൾ ആണ്. ആൻഡ് 1000-ൻ്റെ 2 വാട്ടർ ടാങ്ക്സും അവൈലബിൾ ആണ്. കേരള വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഈ ഒരു വീട്ടിൽ അവൈലബിൾ ആണ്. ഈ ഏരിയയിലെ ലാൻഡ് വാല്യൂ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പെർ സെൻറ്റ് 15 lakhs ആണ്. ആൻഡ് ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1.05 crore ആണ്. ഈ ഒരു വീടിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1,05,00,000 ആണ്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോയുടെ അവസാനം കാണിക്കുന്ന ഡയറക്റ്റ് ഓണറിൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ബ്രോക്കറേജും യാതൊരു മീഡിയേറ്റേഴ്സും ഇല്ലാതെ നിങ്ങളുടെ പ്രോപ്പർട്ടി പ്രൊമോട്ട് ചെയ്യാൻ കോൺടാക്ട് സ്കൈ ആർക്ക്.